SB ഇലക്ട്രോണിക്സ് മലയാളം ചാനലിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങൾക്കറിയേണ്ടത് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ എന്താണ് നിങ്ങളുടെ പ്രയോജനം പറയാം. നിങ്ങളിൽ അധികം പേരും വീടുകളിലൊക്കെ ആംപ്ലിഫയർ, വൂഫർ, സബ് വൂഫർ ഇങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതും നിങ്ങളിപ്പോൾ ശരിയായ രീതിയിലാണോ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതറിയണമെങ്കിൽ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിക്കണം. ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ കുറച്ചെങ്കിലും പഠിച്ചിരിക്കണം. നമ്മളൊരു 10 നില കെട്ടിടം പണിയാണെങ്കിൽ അതിൻ്റെ തറ അതിശക്തമായിരിക്കണം. തറ ശക്തമല്ലെങ്കിൽ ബാക്കി ബിൽഡിങ്ങിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കും. അതുപോലെ ഇലക്ട്രോണിക്സിൻ്റെ പഠന കാര്യത്തിലും നിങ്ങൾ ആംപ്ലിഫയറിനെ കുറിച്ചും ട്വീറ്ററിനെ കുറിച്ചും വൂഫറിനെ കുറിച്ചും ഒക്കെ സംശയം ചോദിക്കാനും ആ ചോദ്യങ്ങൾ വരാനും കാരണം ശരിയായൊരു ബേസിക് അടിത്തറ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ആംപ്ലിഫിക്കേഷനെ കുറിച്ചും ആംപ്ലിഫയറിനെ കുറിച്ചും സ്പീക്കറിനെ കുറിച്ചും ഒരു മൊത്തത്തിൽ ഒരു കറക്റ്റ് ഐഡിയ, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായൊരു ഐഡിയ തരിക എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ കൊടുക്കുന്ന ചാപ്റ്ററിലൊക്കെ ക്ലാസ് D ആംപ്ലിഫയർ, അതിൻ്റെ എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് സിന്തസൈസർ, ഇങ്ങനെയുള്ള എല്ലാ അഡ്വാൻസ് ടെക്നോളജിനെ കുറിച്ചും അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും വേണ്ടിയുള്ള വീഡിയോകളായിരിക്കും ഇറക്കുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി പരമാവധി താല്പര്യമുള്ളവർ കേൾക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് വരാം. പല സാധനങ്ങളും കാലഹരണപ്പെട്ടു എന്ന് നമുക്കറിയാം. 1-2 ഉദാഹരണം പറയാം. പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ടൈപ്പ് റൈറ്റർ. ഇപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടറിന് വഴി മാറി, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഇല്ല. പിന്നെ നമ്മൾ ഈ ബൾബിൻ്റെ കാര്യം എടുക്കാം. ബൾബിൻ്റെ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ബൾബുകളും പിന്നെ CFL ലാമ്പുകൾ ഇതൊക്കെയായിരുന്നു നിറഞ്ഞു വന്നത്. LED വരുമ്പോൾ ഒരു മടിയാണെങ്കിലും ഇപ്പോൾ LED ബൾബേ ഉള്ളൂ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ LED. അപ്പോൾ ആ ബൾബൊക്കെ ഇവിടുന്ന് ഔട്ടായി കഴിഞ്ഞു. ഇങ്ങനെ ഓരോന്നും കാലഹരണപ്പെടുന്നത് നമ്മളറിയാതെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയതരം ഈ അനലോഗ് ആംപ്ലിഫയേഴ്സ് ഇവിടുന്ന് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലില്ലെങ്കിലും മറ്റ് സ്ഥലത്തൊക്കെ മാറിക്കഴിഞ്ഞു. ഇവിടെ അത് പ്രചരിക്കാതിരിക്കാനൊരു കാരണം സാധാരണ ആംപ്ലിഫയർ പോലെ വളരെ സിമ്പിളല്ല. ഇത് കുറച്ച് തുടക്കക്കാർക്ക് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഹൈ ക്വാളിറ്റിയാണ്, ഏറ്റവും നല്ലതുമാണ്. അതെന്താണെന്നുള്ള ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഇത് പ്രചരിക്കാതിരിക്കാനുള്ളൊരു കാരണം ഇതിൻ്റെ അറിവില്ലായ്മ തന്നെയാണ്. ഞാനിത് പറയാൻ കാരണം തൊട്ടടുത്തുള്ളൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ക്ലാസ് D ആംപ്ലിഫയർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, എന്താ അതിൻ്റെ ക്വാളിറ്റി എന്ന് ചോദിച്ചപ്പം പുള്ളി ആദ്യമേ പറഞ്ഞത് അത് നമ്മൾ സാധാരണ ആംപ്ലിഫയർ പോലെ അത്ര നന്നായി ക്ലാരിറ്റി കുറവായിരിക്കും, പിന്നെ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിരുന്നോ? ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഈ കാണാത്ത ഉപയോഗിക്കാത്ത ആളാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അവിടെയാണ് ഈ വിഷയം. അപ്പം നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നമ്മളെ സബ്സ്ക്രൈബർ മുഴുവൻ ഇത്തരത്തിൽ ആരെന്ത് സംശയം ചോദിച്ചാലും അത് അടിസ്ഥാനപരമായി കൃത്യമായി മറുപടി പറയാൻ കഴിവുള്ളവരായിരിക്കണം. അതാണ് എൻ്റെ എയിം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് നിങ്ങളെ ബേസ് മുതൽ പഠിപ്പിച്ചു വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആംപ്ലിഫയർ സർക്യൂട്ട് വിവരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ടെസ്റ്റ് നടത്താം നമുക്ക്. നിങ്ങളുടെ കയ്യിൽ സാമാന്യം വലിയൊരു സ്പീക്കർ, വളരെ ചെറുത് വേണ്ട, ഒരു മീഡിയം സൈസ് സ്പീക്കർ എടുക്കുക. അപ്പോൾ അതിനകത്ത് 2 വയറില്ലേ, സ്പീക്കർ പ്രവർത്തിക്കാൻ വേണ്ട വയർ കൊടുക്കുന്ന 2 വയർ. അവിടെ ഒരു LED വെച്ച് സോൾഡർ ചെയ്യുക. വയറൊന്നും വേണ്ട, ഒരു LED. തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് ശക്തമായിട്ട് ആ ഡയഫ്രത്തിലൊന്ന് തട്ടി നോക്കൂ. നിങ്ങൾ ഓരോ പ്രാവശ്യം തട്ടുമ്പോഴും ആ LED ഒന്ന് മിന്നുന്ന കാണാം, വളരെ മെല്ലെ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ ആ കോൺ പേപ്പറിനെ ശക്തമായി അമർത്തുമ്പോൾ അവിടെ അതിൻ്റെ അടിയിൽ ഒട്ടിച്ചിരിക്കുന്ന മൂവിങ് കോയിൽ ആ കാന്തത്തിൻ്റെ തൊടാതെ ചലിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇത് സ്പീക്കർ എന്നുള്ള പേര് മാറി ഇതിൻ്റെ പേര് മൈക്രോഫോൺ എന്നായി കഴിഞ്ഞു. ഇതാണ് മൈക്രോഫോൺ എന്ന് പറയുന്ന സമയത്ത് ഈ കോൺ പേപ്പറിൻ്റെ അത്ര ശക്തിയില്ലാത്ത ലോലമായൊരു പേപ്പറായിരിക്കും, കോയിലും ചെറുതായിരിക്കും. കാരണം നമ്മൾ വായ്ക്കടുത്ത് വെച്ച് സംസാരിക്കുന്ന സമയത്ത് അത്രയും ചെറിയ കാറ്റിൻ്റെ ശക്തി, എയർ പ്രഷർ, വായിൽ നിന്ന് വരുന്ന ആ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ആ പേപ്പർ ചലിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒട്ടിച്ചിരിക്കുന്ന കോയിലും മാഗ്നറ്റിനടുത്ത് മൂവ് ചെയ്യുമ്പോൾ ഇതിന് പുറത്തേക്ക് വരുന്ന ആ ഒരു സിഗ്നലിൻ്റെ പേരാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്ന് പറയും. ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. സൗണ്ട് വേവ്സ്, നമ്മൾ വായിൽ നിന്ന് വരുന്ന ശബ്ദം, അത് വായുവിൽ തട്ടി ശബ്ദ തരംഗങ്ങളെ
ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയി കൺവേർട്ട് ചെയ്യുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഇനി ആ മൈക്രോഫോണിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ആ സ്പീക്കറിൻ്റെ ഔട്ട് എടുത്ത് വേറൊരു സ്പീക്കറിലേക്ക് കൊടുത്താൽ അത് വർക്ക് ചെയ്യോ? ഇല്ല. അതെന്താ കാരണം? കാരണം വളരെ മൈന്യൂട്ടായ മൈക്രോ വോൾട്സ് ആണ് ഇതിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിരലുകൊണ്ട് ശക്തമായി തട്ടിയപ്പോൾ മാത്രമാണ് അതിനകത്ത് LED കത്തിയത്. മറിച്ച് നിങ്ങളെ ചെറിയ നിശ്വാസം പോലും ശ്വാസഗതിയും അത്ര മൈന്യൂട്ടായി വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ മൈക്രോ വോൾട്ടാണ് നമ്മൾ ഈ കോയിലിൻ്റെ ഔട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സൗണ്ട് അതേ രൂപത്തിൽ കുറച്ച് അകലെ വളരെ വലിയ ശബ്ദത്തിലേക്ക് വരണം. അപ്പോൾ അതാണ് ഇവിടുത്തെ ആവശ്യം. അതിനെന്ത് വേണം? നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം, വലുതാക്കണം. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കടയിലൊക്കെ ചെന്നാൽ ഇങ്ങനെ ചെറിയൊരു ഫോട്ടോ കൊടുത്തിനെ വലുതാക്കാൻ പറയില്ലേ? എൻലാർജ് ചെയ്യുക. ഫോട്ടോനെ നമ്മൾ വലുതാക്കുമ്പോൾ എൻലാർജ് ചെയ്യുക എന്ന് പറയും. എന്നാൽ ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിനെ വലുതാക്കുന്ന സമയത്തിന് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. പിന്നെ ഈ ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ഫ്രീക്വൻസീൻ്റെ വീഡിയോ കണ്ടവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട, ഇത് ഓഡിയോ റേഞ്ചിലാണ്, ഓഡിയോ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഓഡിയോ ആംപ്ലിഫയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഫൈനലി ഈ ചെറിയ മൈക്രോഫോണിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ആ ഇൻപുട്ട് ഒരു വലിയ സ്പീക്കറിനെ ചലിപ്പിക്കുന്ന വലിയ ശക്തിയിലേക്ക് ആംപ്ലിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ആ സ്പീക്കറിനെ ചലിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന അതേ സൗണ്ട് ആ സ്പീക്കറിൽ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ജോലി. അടുത്ത ചിത്രം 2 നോക്കും. ഓരോ ഓഡിയോ ആംപ്ലിഫയറിനും 2 ഭാഗങ്ങളായി തിരിക്കാം. ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ പ്രീ ആംപ്ലിഫയർ എന്നും രണ്ടാമത്തെ ഭാഗത്തിന് പവർ ആംപ്ലിഫയർ എന്നാണ് വിളിക്കുന്നത്. എല്ലാ ആംപ്ലിഫയറിനും ഇതുണ്ടാവും. അതിൻ്റെ കാര്യം, നമ്മൾ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഔട്ട് വളരെ മൈക്രോ വോൾട്ട് ആയതുകൊണ്ട് അവിടെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത് വോൾട്ടേജിനെയാണ്. പ്രീ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിലാക്കണം, അത് വോൾട്ടേജ് ആംപ്ലിഫയർ ആണ്, വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. അല്ലാതെ നമ്മൾ ഈ ആംപ്ലിഫയർ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 12 വോൾട്ടിനെ അല്ല ആംപ്ലിഫൈ ചെയ്യുന്നത്, തെറ്റിദ്ധരിക്കരുത്. മൈക്രോഫോണിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അതിൻ്റെ വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുന്നു പ്രീ ആംപ്ലിഫയർ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കൂ. അവിടെ പവർ ആംപ്ലിഫയർ ആണ്. അവിടെ ട്രാൻസിസ്റ്ററാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ബേസിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കൊടുക്കാൻ പോകുന്നത് പ്രീ ആംപ്ലിഫയർ. ഒരു മൈക്രോഫോൺ നേരിട്ട് ബേസിലേക്ക്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്താൽ ഒരിക്കലും അത് ഡ്രൈവ് ചെയ്യാനുള്ള പവർ അതിന് വരില്ല. അതുകൊണ്ടാണ് പ്രീ ആംപ്ലിഫയർ വെച്ച് ചുരുങ്ങിയ നമുക്ക് 1 വോൾട്ടെങ്കിലും കിട്ടണം. 1 വോൾട്ട് മുതൽ 2 വോൾട്ട് വരെ കിട്ടിയാലേ ഈ സ്റ്റേജ് വർക്ക് ചെയ്യൂ. ഈ പവർ ആംപ്ലിഫയറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ, കോൺ പേപ്പർ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കൂടിയ കറണ്ടാണ് വേണ്ടത്. അവിടെ വോൾട്ടേജ് അല്ല വേണ്ടത്, പവർ, കറണ്ടാണ് വേണ്ടത്. അതുകൊണ്ട് കറണ്ട് ആംപ്ലിഫയർ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ ആംപ്ലിഫയറിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് വർക്ക് ചെയ്യാൻ മിനിമം വോൾട്ടേജെങ്കിലും കിട്ടാൻ വേണ്ടിയാണ് മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ആ മൈന്യൂട്ട് വോൾട്ടിനെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ അഥവാ പ്രീ ആംപ്ലിഫിക്കേഷൻ ചെയ്തതിന് ശേഷം പവർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നു. പവർ ആംപ്ലിഫയർ കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ ഡ്രൈവ് ചെയ്യും. എത്ര വലിയ അത് നമ്മുടെ പവറിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഒരു വർക്കിംഗ് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയാം. ഇനി നമുക്ക് എത്ര തരം ആംപ്ലിഫയറുകൾ ഉണ്ട് എന്ന് നോക്കാം. ഞാനിത് വളരെ വേഗതയിൽ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ അത്ര മനസ്സിലാക്കിയാൽ മതി, വളരെ ഡീപ്പ് കാര്യം പിടികിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ക്ലാസസ് ഓഫ് ആംപ്ലിഫയേഴ്സ് എത്ര ഉണ്ട് നോക്കാം. ആംപ്ലിഫയറുകളെ നമുക്ക് പൊതുവെ 4ആയി തരംതിരിക്കാം. 1 ക്ലാസ് എ, 2 ക്ലാസ് ബി, 3 ക്ലാസ് AB, 4 ക്ലാസ് ഡി. ഇതിലൊന്നാമത്തെ ക്ലാസ് എ നോക്കൂ. അതിനകത്ത് ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് സിംഗിൾ ട്രാൻസിസ്റ്റർ കൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ട്രാൻസിസ്റ്റർ ഏത് സമയത്ത് ഓണായിരിക്കും, ഒരിക്കലും ഓഫ് ആവുന്നില്ല. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്താലും ആ മൈക്രോഫോൺ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇത് ഫുൾ ടൈം ഓണാണ്. അപ്പോൾ എക്സ്റ്റേണലായി വരുന്ന നോയ്സും എല്ലാം ഇത് ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ വോയിസ് മാത്രമല്ല, അതിന് കിട്ടുന്ന എന്തും ഇലക്ട്രിക്കൽ നോയ്സസ് കിട്ടുന്ന മുഴുവൻ ഇത് ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ അത് അനാവശ്യമായിട്ട് ചൂട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ക്ലാസ് AB കടന്നത്. AB എന്ന് പറയുമ്പോൾ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചു, പുഷ് പുൾ. ഒന്നും അറ്റ് എ ടൈം, ഒരു പോസിറ്റീവ് സൈക്കിളിനൊന്നും നെഗറ്റീവ് സൈക്കിളിനൊന്നും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പുഷ് പുൾ ആംപ്ലിഫയർ വന്നതാണ് പിന്നെ ക്ലാസ് ബി എന്ന് പറയുന്നത്. അതിനും ചില ന്യൂനതകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒന്നുകൂടെ പരിഷ്കരിച്ചു. പിന്നെ ക്ലാസ് AB ആയി. ക്ലാസ് AB എന്ന് പറയുമ്പം ഒരു ട്രാൻസിസ്റ്ററിന് പകരം ഒരുപാട് ട്രാൻസിസ്റ്ററോ ICയോ പാരൽ ചെയ്ത് കൊടുക്കുക, ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് ലോഡ് എടുക്കട്ടെ എന്നുള്ള കണ്ടീഷനിൽ കൊടുത്തു. പക്ഷെ അതും അത്രയ്ക്ക് അങ്ങോട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഹീറ്റ് ലോസ് വല്ലാതെ വരുന്നുണ്ട്, ചൂട്. ഒരു ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ ഒരു ഇൻപുട്ടിൽ ട്രാൻസ്ഫോമർ ഒരു 10 ആംപിയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 10 ആംപിയറും പുറത്ത് സ്പീക്കറിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിലാണ് 100% എന്ന് പറയാൻ പറ്റുക. പോട്ടെ, നമുക്കൊരു 50% പകുതിയെങ്കിലും കിട്ടണ്ടേ? ഇവിടെ അതില്ല. ഇവിടെ പറയുന്നത് 60% കിട്ടുന്നൊക്കെ ആണെങ്കിലും അത്ര കിട്ടാറില്ല ശരിക്ക്. കാരണം ഫുൾ പവറിൽ വർക്ക് ചെയ്യുമ്പോൾ അത്ര വരില്ല. ബാക്കി എനർജി എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് ചൂടായിട്ട് പോകുന്നു. ഇതിനാണ് നമ്മൾ വളരെ വലിയ ഹീറ്റ് സിങ്ക് ഒക്കെ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഹീറ്റ് സിങ്കിൻ്റെ കൂടെ നമ്മൾ വാഹനത്തിനൊക്കെ വെക്കുന്ന റേഡിയേറ്ററും കൂടി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടും. കാരണം അത്രയ്ക്ക് കൂളിംഗ് വേണം. ഭയങ്കര ചൂടായിരിക്കും. ഒരു 1000-2000 വാട്ടിൻ്റെ ആംപ്ലിഫയറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ 2 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഒരു റേഡിയേറ്ററും കൂടി കൊടുത്താൽ ശരിക്കും വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എഫിഷ്യൻസി ഇല്ല. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതിൻ്റെ ഊർജം താപരൂപത്തിൽ നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല നോയ്സും വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഇത്തരം ആംപ്ലിഫയറിനൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ, സാധാ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റുഡിയോ മാസ്റ്റർ, അഹൂജ ഇങ്ങനെയുള്ള വലിയ ആംപ്ലിഫയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ എന്ന് പറയും. അതാണ് ഏറ്റവും ആംപ്ലിഫയറിന് എന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന് സഡൻ ഒരു ഹൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് താങ്ങാനും അത്രയ്ക്കും കറണ്ട് സപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്തരം ടൊറോയിഡൽ ട്രാൻസ്ഫോമറിന് മാത്രമേ പറ്റൂ. നമ്മൾ മറ്റേ സാധാരണ ട്രാൻസ്ഫോമർ സാധിക്കില്ല. പെട്ടെന്ന് അതും വലിഞ്ഞു പോകും. അപ്പോൾ അത് ശബ്ദത്തിന് ബാധിക്കും. അതുകൊണ്ട് നല്ല ആംപ്ലിഫയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആയിരിക്കും കാണുന്നത്. ഇതുകൂടാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെസ്റ്റാണ്, ഇപ്പം നിങ്ങൾ വീട്ടിലുള്ള ആംപ്ലിഫയർ എടുത്തിട്ട് ഒരു ഇൻപുട്ടും കൊടുക്കാതെ ഫുൾ വോളിയം വെക്കുക. ഭയങ്കരമായിട്ടൊരു കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാം. ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഒരു സൗണ്ടും ഇല്ലെങ്കിൽ പോലും ഇത്തരം ഒരു സൗണ്ട്, അതിൻ്റെ നോയ്സ് പിക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ എത്ര വോളിയം കൂട്ടുന്ന സമയത്തും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൂടാതെ ഈ ഒരു കാറ്റിൻ്റെ സൗണ്ടും കൂടെ ആംപ്ലിഫൈ ചെയ്യുന്നു. അതൊരു ലോസാണ് അവിടെ വരുന്നത്. ഏത് സമയത്തും ഇത് ഓഫ് ആവുന്നില്ല. അങ്ങനെ ഫുൾ ടൈം ഹീറ്റാണ്. എയർ ആംപ്ലിഫയർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ആംപ്ലിഫയറും ടെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ഫുൾ വോളിയത്തിൽ ഇൻപുട്ട് കൊടുക്കാതെ അപശബ്ദം വരുന്നുണ്ടെങ്കിൽ അത് നല്ല ആംപ്ലിഫയർ അല്ല. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ക്ലാസ് ഡി ആംപ്ലിഫയർ. ക്ലാസ് ഡി ആംപ്ലിഫയർ സത്യത്തിൽ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഔട്ടിലിരിക്കുന്ന ആംപ്ലിഫയർ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സൗണ്ട് വോളിയം ഫുൾ വെച്ച് നോക്കൂ, ഒരു ശബ്ദവും അതിനകത്ത് നിന്ന് വരില്ല എക്സ്ട്രാ. ആ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ. ഇതിൻ്റെ കാരണം ഇതാണ് സ്വിച്ചിങ് ആംപ്ലിഫയർ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയെ ഞാൻ ചിത്രത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ക്ലാസ് ഡി ആംപ്ലിഫയറിനെ കോൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഡിജിറ്റൽ ആംപ്ലിഫയർ എന്നും വിളിക്കാറുണ്ട്. മിക്കവാറും ചില ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. കോൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കാൻ കാരണം മറ്റ് ആംപ്ലിഫയർ പോലെ വലിയ ഹീറ്റ് സിങ്ക് വേണ്ട. ഏതാണ്ട് ഒരു 50 വാട്ട് വരെയുള്ള ആംപ്ലിഫയറിന് ഹീറ്റ് സിങ്കേ വേണ്ട. ഇനി 1500 വാട്ട് ലെവലിൽ എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കീശയിലിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര ചെറുതാണ് ഈ ക്ലാസ് ഡി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ശരി, സർക്യൂട്ടിലേക്ക് നോക്കൂ. ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FM റേഡിയോ അത്യാവശ്യം അറിയുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടും. FM റേഡിയോ എങ്ങനെ നമ്മൾ ഓഡിയോ അതിനകത്ത് FM മോഡുലേഷൻ ചെയ്യുന്നു. സ്റ്റേഷനിൽ വെച്ച് നമ്മൾ റേഡിയോ സ്റ്റേഷനിൽ വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന് റേഡിയോക്കകത്ത് വെച്ച് വീണ്ടും ഡീമോഡുലേറ്റ് ചെയ്ത് ഓഡിയോ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ മോഡുലേഷനും ഡീമോഡുലേഷനും ഒക്കെ ഏതാണ്ട് ഈ ICക്ക് അകത്ത് തന്നെ. ഇപ്പോൾ ഒക്കെ സിംഗിൾ IC അവൈലബിൾ ആണ്. സർക്യൂട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഇൻപുട്ട് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ ICക്ക് അകത്ത് വെച്ച് തന്നെ നടന്നോളും. അതിന് അവൈലബിളായ ഇഷ്ടംപോലെ ICs അവൈലബിൾ ആണ്. ക്ലാസ് ഡി ആംപ്ലിഫയർ IC അല്ലെങ്കിൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡുകളിൽ നിന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 250 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെയുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണെന്ന്. ജസ്റ്റ് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി സർക്യൂട്ടിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം. നമ്മളിവിടെ കൊടുക്കുന്നത് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഓഡിയോ ഒരു ഓപ്പാമ്പിലേക്ക് ഒരു ട്രയാങ്കിൾ വേവ് ഓസിലേറ്റർ എന്നുള്ള ഓസിലേറ്ററിന് ഒരു കൃത്യമായ ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, വേരിയബിൾ അല്ല ഫിക്സഡ് ഫ്രീക്വൻസി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഇൻപുട്ടിലേക്ക് നമ്മൾ ഓഡിയോ കൊടുക്കുന്നു. ഇതിനകത്ത് വെച്ചിട്ടാണ് ഈ മോഡുലേഷൻ നടക്കുന്നത്. അതിനെന്ത് ചെയ്യുന്നു, PWM ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, പൾസ് വിത്ത് മോഡുലേഷൻ. അപ്പം നോയ്സ് വരില്ല, ഫുള്ളി ഡിജിറ്റലായി കഴിഞ്ഞു അതിൻ്റെ ഔട്ട്പുട്ട്.
അപ്പോൾ ആവശ്യമുള്ള ആ സിഗ്നൽസ് മാത്രമേ ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ലക്ഷക്കണക്കിന് പൾസ് ഇല്ലാത്ത സമയത്ത് ആംപ്ലിഫയർ കംപ്ലീറ്റ് ഓഫായിരിക്കും. അതുകൊണ്ട് ലോസ് എന്ന് പറയുന്നത് 0% ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതാണ്ട് 90% വരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പിന്നെ ഡിജിറ്റലിന് ഹൈ സൈഡ് ഡ്രൈവർ ആൻഡ് ലോ സൈഡ് ഡ്രൈവർ, ഞാൻ 2 ഡ്രൈവർ വഴി അത് സെപ്പറേറ്റ് ആംപ്ലിഫൈ ചെയ്യുന്നു, പുഷ് പുൾ പോലെ തന്നെ ഏതാണ്ട്. പിന്നെ മോസ്ഫെറ്റിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നു. പിന്നെ അതിന് ഫിൽറ്ററിങ് ചെയ്യുന്നുണ്ട്, ഒരു കോയിൽ ഫിൽറ്ററിങ് ചെയ്താണ് അവിടെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ പൂർണ്ണമായ ഡിജിറ്റലിനെ ഒന്ന് സ്മൂത്തൻ ചെയ്തതിനു ശേഷം നമ്മൾ സ്പീക്കറിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ചുരുങ്ങിയ പ്രവർത്തനം. ഇനിയും ഇത്തരത്തിൽ കൂടുതൽ അറിവുകളുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.